അടുത്തത് നമുക്ക് 1918 അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ 1918 അഹമ്മദാബാദ് മിൽ സമരം അല്ലെങ്കിൽ മിൽ പണിമുടക്ക് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, ഗാന്ധിജി ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചത് ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരത്തിലാണ്. ഇനി ഇങ്ങനെയാണ് ഓർത്തിരിക്കുക, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ സമരമാണ്. ആദ്യ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ചമ്പാരനാണ്. തെറ്റിപ്പോരുത്, ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനാണ്. ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്. ഓക്കെ, ഇനി അഹമ്മദാബാദിലെ കോട്ടൺ മിൽ തൊഴിലാളികൾക്ക് വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ, അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് അവർക്ക് വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ തൊഴിലുടമകൾ എന്ത് ചെയ്തില്ല? ഇതൊരിക്കലും അംഗീകരിച്ചില്ല. അവർക്ക് 35% വേതന വർധനവും പ്ലേഗ് കാലത്ത് ബോണസും നൽകിയിരുന്നു. പ്ലേഗ് ബോണസ് എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഈ പ്ലേഗ് ബോണസും ആവശ്യപ്പെട്ടുകൊണ്ട് അത് നിർത്തലാക്കാൻ തൊഴിലുടമകൾ തീരുമാനിച്ചു. അപ്പോൾ 35% വേതന വർധനവും പ്ലേഗ് ബോണസും ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സമരത്തിലേക്ക് കടന്നു. പക്ഷേ തൊഴിലുടമകളെ ഇവരുടെ യാതൊരു ഡിമാൻഡും അംഗീകരിച്ചില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഗാന്ധിജിയെ സമീപിച്ചു. ഗാന്ധിജി അങ്ങനെ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. അങ്ങനെ ഗാന്ധിജി ഈ സമരത്തിലാണ് ആദ്യമായിട്ട് നിരാഹാര മാർഗം പ്രയോഗിക്കുന്നത്. അങ്ങനെ 4ാമത്തെ ദിവസം തന്നെ സമരം വിജയിച്ചു. തൊഴിലാളികളുടെ എല്ലാ ഡിമാൻഡുകളും എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന നിലയിൽ വളരെയധികം പ്രസിദ്ധമായ സത്യാഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് 1918 അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാന്ധിയൻ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 3 സത്യാഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഏതാണ്? ചമ്പാരനാണ്. മറ്റൊന്ന് ഖേദ സത്യാഗ്രഹമാണ്. ഇത് അഹമ്മദാബാദ് മിൽ സമരമാണ് എന്ന് ഓർത്തിരിക്കുക.